പറയാനില്ല. ഗംഭീര വ്യൂസ് എന്ന് പറയാനല്ലോ, അടിപൊളി വ്യൂസ്. സ്വിറ്റ്സർലൻഡിലെ ബെസ്റ്റ് സീനിക് ട്രെയിൻ യാത്രയിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വ്ളോഗിൽ മുഴുവനായിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ഇന്നലെ രാത്രി എത്തി. നമ്മൾ ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ചൂർ എന്ന് പറയുന്ന സ്ഥലം എടുക്കാൻ തന്നെ കാരണമുണ്ട്. ഇവിടെ നിന്നാണ് ബെർണീന എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ടിറാനോ, ഇറ്റാലി. ഓക്കെ, രണ്ടും ബോർഡറാണ്. ഇവിടുത്തെ ഒരു 4.5 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൽപ്സ് കാണാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിൻ യാത്രയാണ് ബെർണീന എക്സ്പ്രസ്. ടിക്കറ്റൊക്കെ മുന്നേ എടുത്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. റിസർവേഷനിലാണ്ടൊന്നും കിട്ടുകയില്ല. ഞാൻ റൂം എടുത്തെന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു റൂമാണ്. അതെടുക്കാൻ കാരണം തന്നെ എന്ന് പറയുന്നത് ഈ ബെർണീന എക്സ്പ്രസിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ഞാൻ താമസിച്ചിരുന്ന ഈ ഒരു റൂമല്ല, ഈ ഒരു ചെറിയ എയർബിഎൻബി ത്രൂ ആണ് ഞാൻ എടുത്തത്. 1871 ഉണ്ടാക്കിയാണത്. പക്ഷേ റിനോവേറ്റ് ചെയ്ത് 2015. ഇതിൻ്റെ നേരെ കാണുന്നതാണ് ബെർണീന എക്സ്പ്രസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂം, കൻസേലി. ഇതാണ് എൻ്റെ ബെഡ്, സെപ്പറേറ്റ് എന്തോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റ് ഇവിടെയാണ്. ടോയ്ലറ്റ് ഇതൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ബെർണീന എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റൂം എടുത്തത്. കാരണം ഈ ഒരു റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബെർണീന എക്സ്പ്രസിൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുമാത്രമല്ല, ചെറിയ ഹോട്ടലാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് കിച്ചണുള്ള സൗകര്യം അത് സെപ്പറേറ്റ് ആണ്, കോമൺ ആയിട്ടുള്ളത്. പക്ഷേ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഔട്ട്ഡോറിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും നല്ല അടിപൊളി വ്യൂ ആയിട്ട്. അപ്പോൾ ബെർണീന എക്സ്പ്രസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. വലിയ പ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വിറ്റ്സർലൻഡ് അറിയാമല്ലോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇതുണ്ട്, ഒരു കഫേ ഉണ്ട് ചെറുത്. നിങ്ങൾക്ക് പുറത്തിരുന്ന് കഴിക്കാം, ഉള്ളിലിരുന്ന് കഴിക്കാം. ഭയങ്കര പ്രൈസാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ബർഗർ കഴിച്ചതിന് ഏകദേശം 24 സ്വിസ് ഫ്രാങ്ക് ആയി, ഏകദേശം ഒരു 85 ദിർഹംസ്. നാട്ടിൽ ഏകദേശം 2000 രൂപ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ആ കാണുന്നതാണ് ബെർണീന എക്സ്പ്രസ് പോകുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. കാറ് പാർക്ക് ചെയ്തത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ. ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിംഗ് ഉണ്ട്. 1 മണിക്കൂർ ഞാൻ ഒരു ദിവസം പാർക്ക് ചെയ്തതിന് ഏകദേശം 24 CHF, അതും ഏകദേശം 85 ദിർഹംസാണ്. ഒരു ദിവസത്തേക്ക് പാർക്ക് ചെയ്യാനുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ബെർണീന എക്സ്പ്രസ് രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരണ വരെ. കാരണം വൈകിട്ട് 6:30 വരെയാണ് തിരിച്ച്. രാവിലെ 8:45 തുടങ്ങി കഴിഞ്ഞാൽ 6:30 വരെയാണ് ഇതിൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എങ്ങനെ ഇവിടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ബെർണീന എക്സ്പ്രസ് എടുക്കുക എന്നുള്ളത്. ബെർണീന എക്സ്പ്രസ് മുന്നേ ബുക്ക് ചെയ്യണം. ഇത് നിങ്ങൾ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. ഒരു ദിവസത്തിനാകെ 250 ദിർഹംസൊക്കെ ആവുള്ളൂ. വലിയ പ്രൈസൊന്നും പറയാൻ പറ്റില്ല. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇത് വലിയൊരു പ്രൈസാണെന്ന് പറയാനേ പറ്റില്ല. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. എങ്ങനെയാണ് ബെർണീന എക്സ്പ്രസ് എന്നും ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളതും. ഓക്കെ, ഒരുപാട് പേര് ജോലിക്ക് സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. നോക്കിയേ, സൈക്കിള് വെക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഈ ഒരു സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തേനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഒരു സൈക്കിളൊക്കെ നമ്മളെ ഫ്രണ്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു രാജ്യം കൂടിയാണത്. അപ്പോൾ അവർക്ക് ഭയങ്കര പ്രയോറിറ്റീസാണ് സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, സൈക്കിളൊക്കെ വെച്ച് നോക്കി എങ്ങനെയാണെന്ന്.
സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റൂം ആയതുകൊണ്ട് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. എന്റെ ലഗേജ് ഒക്കെ ഞാൻ കാറിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു, കാരണം തിരിച്ചു വന്നാലും നമുക്കിനി സൂറിക്കിലേക്കാണ് പോകേണ്ടത്. എങ്ങനെയാണ് ബേർണിന എക്സ്പ്രസിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ റേഷ്യൻ റെയിൽവേന്റെ വെബ്സൈറ്റിൽ പോകണം. അതിൽ നിങ്ങൾക്ക് ആ ഒരു റെയിൽവേനെ കുറിച്ച് കംപ്ലീറ്റ് വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ എവിടെ നിന്നാണ് പോണേന്നുള്ളത്. ചൂർ അല്ലെങ്കിൽ കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ബേർണിന എക്സ്പ്രസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കൂറാണ് കൊടുത്തത്. എൻ്റെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ടിറാനോ. നിങ്ങൾക്ക് ഇടയിൽ വെച്ച് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേഷൻ കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ഇറ്റലിയിലത്തെ ടിറാനോ ലാസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ഞാൻ അവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. പിന്നെ നമ്മൾ പോകേണ്ട ഡേറ്റ്, പിന്നെ റിട്ടേൺ നമ്മൾ എന്തായാലും എടുക്കണം, പോയിട്ട് തിരിച്ചു വരണമല്ലോ. അപ്പോൾ റിട്ടേണും കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട്. 4.5 മണിക്കൂറാണ് അങ്ങോട്ടുള്ള യാത്ര. തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് ഏകദേശം 4 മണിക്കൂറും. മൊത്തത്തിൽ 174 സ്വിസ് ഫ്രാങ്ക് ആണ് സീറ്റ് റിസർവേഷൻ അടക്കം. അതായത് ഏകദേശം $185, അതായത് 675 ദിറംസ്. ഇപ്പോൾ ഇനി ഇന്ത്യൻ രൂപയിലാണ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 13,500 രൂപയാണ് ഈ ഒരു ഒറ്റ ട്രിപ്പിന്. നിങ്ങൾക്കിനി സ്വിസ് പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 2 മാസമെങ്കിലും മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടുക. പീക്ക് ടൈം ആണെങ്കിൽ നോക്കേ വേണ്ട, മുന്നേ ബുക്ക് ചെയ്ത് വെക്കണം. എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങാണ്. സ്വിറ്റ്സർലാൻഡിലെ ട്രെയിൻ യാത്ര എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, മൂവീസിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എൻ്റെ ഉള്ളിൽ ശരിക്കും ഉണ്ട്. അത്ര മനോഹരമായിട്ടുള്ള ആൽപ്സ് പർവ്വത നിരകൾക്കിടയിലൂടെയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത്. കൂടാതെ മഞ്ഞുമലകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര. ആ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാണ് ഞാനും. രാവിലെ തന്നെയാണ്, ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കഫേസും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ പറയാറുണ്ട്. ഇവിടുന്ന് UAE അതോ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ചില ഫുഡ് ഐറ്റംസ്, സ്പെഷ്യലി മാഗി നൂഡിൽസും കപ്പ് നൂഡിൽസും ഒക്കെ കൊണ്ടുപോകാറുണ്ട് സ്വിറ്റ്സർലാൻഡിൽ. കാരണം അതൊക്കെ എവിടെ വെച്ച് കഴിക്കാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഉണ്ടാക്കിയൊക്കെ കഴിക്കാറുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കോസ്റ്റ് കുറക്കാൻ വേണ്ടി. നമുക്ക് പോകേണ്ടത് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പോകുന്ന ട്രെയിനുകളൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. പ്ലാറ്റ്ഫോം നമ്പർ 10 അവിടെയാണ് ബേർണിന എക്സ്പ്രസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ 10-ലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്നൊരു ചായയും എന്തെങ്കിലും മേടിക്കാം. വിശക്കുണ്ട്, രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇതിൻ്റെ ഒക്കെ പ്രൈസ് നോക്കിയേ, 8. Thank you. Thank you. Thank you so much. You too. Thank you. അപ്പോൾ ഇതും വാങ്ങി നമുക്കിനി പോവാം. ഇതാണ് കേട്ടോ നമുക്ക് പോവേണ്ട 10. അപ്പോൾ 10ലേക്ക് നമുക്ക് ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളിലൂടെ കടന്നു പോകുന്ന ബേർണിന എക്സ്പ്രസ് സൂപ്പർ വ്യൂസ് ആണെങ്കിൽ കൂടിയിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു റെയിൽവേ ലൈൻ കൂടിയാണ്. ഇപ്പോൾ നിങ്ങളൊന്നും ഞെട്ടിയില്ല എന്താന്നുള്ളത്. എന്തായാലും ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും. നമുക്ക് പോവേണ്ട ട്രെയിൻ വന്നു കേട്ടോ. ഇതാണ് ബേർണിന എക്സ്പ്രസ്. ഇതിൻ്റെ വ്യൂ ഉണ്ടോ? അത് പുറത്തുനിന്ന് മൊത്തം ഗ്ലാസ്സൊക്കെ നമുക്ക് ഇവിടെ പോയിരുന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം മൊത്തം വ്യൂ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കണതെന്നുള്ളത് നോക്കണം. എനിക്ക് 4 ആണ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം കയറാനായിട്ട്. എനിക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ സാധനം കിട്ടിയത്, അല്ലെങ്കിൽ എനിക്കിത് കിട്ടൂലായിരുന്നു. അത്രക്ക് ബുക്കിംഗ് ആണ് ഇതിന് കിട്ടാനായിട്ട്. അവിടെ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ടാവും കേട്ടോ, ഈ കാരേജ് 3, 2 എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് 4 ആണ്. അപ്പോൾ ഞാൻ 4 കയറേണ്ടത്. അപ്പോൾ എൻ്റെ കാരേജ് ഇതാണ് കേട്ടോ. ഇതേ 4 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കും. ഇതാണ് 4. അപ്പോൾ 4 കയറിയിട്ട് നമുക്ക് നമ്മളുടെ സാധനങ്ങളൊക്കെ വെക്കാം. ഇങ്ങനെയാണ് സംഭവം. എൻ്റെ
ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് കാരേജ് 4 സെക്കൻഡ് ക്ലാസ് സീറ്റ് നമ്പർ 71. അപ്പോൾ ഞാനത് 71 ഇതാണ് എൻ്റെ സീറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ട്രെയിൻ യാത്ര തുടങ്ങാൻ പോവാണ്. റിയലി എക്സൈറ്റഡ്. ഏറ്റവും നല്ല കാഴ്ചകളിലൂടെ ആൽപ്സ് മലകളിലൂടെ തുടങ്ങാം നമുക്ക്. യൂറോപ്പിലൂടെയുള്ള ദീർഘദൂര യാത്ര, അതും ട്രെയിനിലാവുമ്പോൾ അതിന്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ പ്രകൃതി ഭംഗി തന്നെയാണ്. അതിലെ ഏറ്റവും മനോഹരമായ യാത്രയാണ് ഇവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നാല് മണിക്കൂർ കൊണ്ട് 3 ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിലൂടെയും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥാ മേഖലകളിലൂടെയും കടന്നു പോകുന്ന ബെർണിന എക്സ്പ്രസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിൽ നിന്നും 120 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു കോറിലോട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ ഡ്രൈവ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ട്രെയിൻ യാത്രയാണ് ബെർണിന എക്സ്പ്രസ്. ഇതിൽ നിന്നുള്ള കാഴ്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മഞ്ഞിൽക്കൊന്നും എത്തിയിട്ടില്ല. നമ്മൾ ഇറ്റലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കും യാത്രകളൊന്നും കാണാനുള്ള ഭംഗികളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഫുള്ളാണ് കേട്ടോ ട്രെയിൻ. ഫുള്ള് മീൻസ് ഇറ്റ്സ് ഫുൾ. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റെയിൽവേ സർവീസ് ആണ് ബെർണിന എക്സ്പ്രസ്. മറ്റു പാസഞ്ചർ ട്രെയിനൊക്കെ ഈ വഴി പോകുന്നുണ്ട് കേട്ടോ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജർമ്മനിയിലെ ട്രെയിനൊക്കെ വളരെ ലേറ്റ് ആവും, നിങ്ങളൊന്നും പ്ലാൻ ചെയ്ത് പോണ പോലൊന്നും ചിലപ്പോൾ നടന്നില്ല എന്നൊക്കെ വരുന്നുള്ളത്. പക്ഷേ സ്വിറ്റ്സർലൻഡിലെ ഈ ട്രെയിന് സമയനിഷ്ഠ പോലെ തന്നെ വൃത്തിയിലും ഒരു വിട്ടുവീഴ്ചയല്ലെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കറക്റ്റ് 8:40 പോകുന്ന പറഞ്ഞ ട്രെയിന് കറക്റ്റ് 8:40 തന്നെ നീങ്ങി തുടങ്ങിയിരുന്നു. ഒന്നും പറയാനില്ല. ഗംഭീര വ്യൂസ് എന്ന് പറയാനല്ലോ, അടിപൊളി വ്യൂസ്. ഓക്കെ, Nun weitet sich das Tal, das durch sein mildes Klima sehr fruchtbar ist, aus. ഈ ലോകത്ത് എന്തോരം സംഭവങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലേ, കാണാനും ആസ്വദിക്കാനും. പുറംകാഴ്ചകൾ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന വിധം ഗ്ലാസ് കൊണ്ട് വിശാലമായിട്ടുള്ള ജനലുകളാണ്. അതായത് പാനോറമിക് വ്യൂസ് ആണ് കംപ്ലീറ്റ്ലി നമുക്ക് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റീജിയണൽ ട്രെയിനുകളുണ്ടല്ലോ, അതിൽ ചില ട്രെയിനുകളിലെ വിൻഡോസ് ഒക്കെ മുഴുവനായിട്ട് തുറന്ന് കാണാൻ പറ്റുന്നൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്. ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ മഞ്ഞണിഞ്ഞ പർവ്വത ശിഖരവും അതേപോലെ തന്നെ ഹരിതാപമായ താഴ്വരകളും ഇരുവശങ്ങളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏത് സൈഡിലോട്ടാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് ആകെ കൺഫ്യൂഷനാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഒരു സൈഡിൽ നല്ല കാഴ്ചകൾ, അപ്പം അങ്ങോട്ട് ക്യാമറ തിരിക്കും, അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ നല്ല കാഴ്ച വരും, അത് ഇപ്പുറത്തോട്ട് കാഴ്ച തിരിക്കും. അതുകൊണ്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് എൻ്റെ യാത്രകളൊക്കെ മുഴുവനായിട്ടും ചെയ്തിരുന്നത്. ഫ്ലൈറ്റിലെ പോലെ തന്നെ ഫുഡും ഇവർ സെർവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സൊവനിയേഴ്സും. പക്ഷെ ഇതിലൊന്നും ഫ്രീ അല്ല കേട്ടോ, നമ്മൾ കാശ് കൊടുത്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. സ്വിറ്റ്സർലൻഡിലും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലും ജനറൽ ആയിട്ട് കണ്ട ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞുതരാം. യാത്രയ്ക്ക് പൊതുഗതാഗതം ആശ്രയിക്കാത്ത ആരെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ചില സ്ഥലത്ത് കാറുകൾക്ക് പോലും അവിടെ പ്രവേശനമില്ല. സ്വിറ്റ്സർലാൻഡിൽ ഒരു ക്യാമ്പയിൻ പോലും ഉണ്ട്. എന്താണെന്നറിയോ? കാർബൺ പുറന്തള്ളുന്ന കാറുകൾ ഉപേക്ഷിച്ച് പൊതുഗതാഗതമായിട്ടുള്ള ട്രെയിൻ ഉപയോഗിക്കണമെന്നുള്ള പരിസ്ഥിതി സംഘടനകളുടെ ക്യാമ്പയിൻ. എന്താണ് അല്ലേ? ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് ഇത്, എന്നാൽ പോലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര കൂടിയാണെന്നുള്ളത്. താഴ്വരയിലൂടെ സഞ്ചരിച്ച് 7400 അടി ഉയരത്തിലോട്ടാണ് ഈ ഒരു ട്രെയിൻ കയറുന്നത്. 7400 അടി കുത്തനെയാണ് ഈ ഒരു ട്രെയിൻ കയറുന്നത്. അത് നമ്മൾ ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുകയും ചെയ്യും. ട്രെയിൻ കയറിപ്പോകുന്നതും ആടിയുള്ള ട്രെയിനിൻ്റെ യാത്രകളൊക്കെ. റൈറ്റ് സൈഡിൽ ആ ഒരു മലയുടെ ഇടുക്കിലോട്ടൊന്ന് നോക്കി നോക്കിയേ, എത്ര താഴ്ചയിലൂടെയാണ് വെള്ളങ്ങളൊക്കെ പോണേന്നുള്ളത്. ഇത് വെറും ഒരു കയറ്റം മാത്രമാണ്. ഇനി എന്താണ് ബെർണിന എക്സ്പ്രസ്? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളതും അതുപോലെ തന്നെ അതിശയകരമായിട്ടുള്ള ട്രെയിൻ യാത്രകളിൽ ഒന്നാണ്
ബെർണിന എക്സ്പ്രസ്. 114 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു മുഴുവൻ യാത്രയ്ക്ക് ഏകദേശം 4 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. ഇടയ്ക്ക് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. ചില സ്റ്റോപ്പിലൊക്കെ 2 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ ആളുകൾക്ക് ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് കയറൊക്കെ ചെയ്യാട്ടോ. 196 പാലങ്ങളും 55 തുരങ്കങ്ങളും കടന്നിട്ട് വേണം നമുക്ക് ഇറ്റലിയിലെ ടിറാനയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. 2008 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി നാമകരണം ചെയ്യപ്പെട്ട റേഷ്യൻ റെയിൽവേ ആണ് മുഴുവൻ പാതയും നിയന്ത്രിക്കുന്നതൊക്കെ. നമ്മൾ യാത്ര തുടങ്ങിയ കൂറിലുണ്ടല്ലോ, അതിലൊരു പ്രത്യേകത ഉണ്ട്. അതായത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. അതായത് ഏകദേശം 5000 വർഷത്തിന്റെ സെറ്റിൽമെന്റ് ചരിത്രമുണ്ട് കൂറിന്. അതിമനോഹരമായിട്ടുള്ള സ്വിസ് പർവ്വതങ്ങളും തടാകങ്ങളും ഗ്ലേഷ്യർ സീനറികളും ഒക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ പാലങ്ങളും ഓരോ നദികളും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട്. ഇങ്ങനെയുള്ള പാലങ്ങളാണ് ശരിക്കും ഇതിനെ ഡേഞ്ചറസ് ആക്കുന്നത്. അതിന്റെ ശബ്ദം നിങ്ങളൊന്ന് ഞാൻ ഒന്ന് കേൾപ്പിക്കാട്ടാ. ഒരു മലയുടെ മുകളിലുള്ള ഫിലിസൂർ എന്ന ആൽപൈൻ ഗ്രാമത്തിന്റെ സ്റ്റോപ്പിലാണ് ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടുള്ളത്. ഇവിടെയും 2-3 മിനിറ്റ് ഒക്കെ ട്രെയിൻ സ്റ്റോപ്പ് ഒക്കെ ചെയ്യും. ആൽബുല, ആൽവ്ര, ലാൻവാസർ നദികളുടെ സംഗമ സ്ഥാനങ്ങളൊക്കെ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാനൊക്കെ പറ്റും. ബെർണിന എക്സ്പ്രസിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു പ്രകൃതി ഭംഗി മാത്രമല്ല കേട്ടോ, അതിനൊരു എഞ്ചിനീയറിംഗ് ഭംഗി കൂടിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 7392 അടി ഉയരത്തിലുള്ള ഓസ്പീസിയോ സ്റ്റേഷനിലൊക്കെ ഇത് എത്തുന്നുണ്ട്. അതായത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ലൈനിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. അതിന്റെ അർത്ഥം എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ, മഞ്ഞൊന്നും കാണാനില്ലല്ലോ എന്നുള്ളത്. മഞ്ഞ് അങ്ങനെ പെട്ടെന്നൊന്നും അവിടെ ഫ്രണ്ടിൽ എത്തൂല. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരുപാട് നേരം യാത്ര ചെയ്തില്ല, ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷമാണ് ആ ഒരു മഞ്ഞിന്റെ ഭാഗത്തൊക്കെ എത്തുന്നത്. അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക്. ഈ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥാ മേഖലകളിലൂടെയാണ് ഈ ഒരു യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ലാൻഡ്സ്കേപ്പുകൾ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാനും പറ്റും. അതാണ് ബെർണിന എക്സ്പ്രസിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാക്കുന്നത് തന്നെ. ദാ ഈ ടണല് ക്രോസ് ചെയ്തതോടു കൂടിയാണ് മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ നമ്മളെ മുന്നിലോട്ട് വരുന്നത്. ഇനി മുതൽ മഞ്ഞണിഞ്ഞ കാഴ്ചകളാണ് മുഴുവനായിട്ടും വരാൻ പോകുന്നത്. ഈ ഒരു യാത്രയിൽ കോംപ്ലിമെന്റ് ആയിട്ട് ആകെ കിട്ടുന്നത് ഒരു ഗ്രീൻ ടീ, അതായത് ബെർണിന എക്സ്പ്രസിന്റെ പാക്കിങ്ങിലുള്ള ഒരു ഗ്രീൻ ടീയും അതേപോലെ തന്നെ ഈ ഒരു ട്രെയിനിന്റെ ആകൃതിയിലുള്ള ഒരു പാക്കറ്റും. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. വർഷത്തിൽ ഏത് സമയത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് ഇതിലൂടെയുള്ള യാത്ര, അതായത് പാനോരമിക് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുള്ളതാണ് ബെർണിന എക്സ്പ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. തണുത്തുറഞ്ഞ തടാകങ്ങൾക്കിടയിലൂടെയുള്ള നിശബ്ദമായ മഞ്ഞുവീഴ്ചകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര എന്ത് ഭംഗിയാണല്ലേ അത്. സ്വിറ്റ്സർലാൻഡിനെ വെറുതെ അല്ല, ഈ കാഴ്ചകൾ കൊണ്ടാണ് ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കുന്നത്.
വാവ്. ഇവിടെ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒക്കെ നിർത്തുന്നുണ്ടോ അവിടെ. ചില അതിനേക്കാളും കൂടുതൽ നിർത്താൻ പറ്റില്ല, നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ജസ്റ്റ് ഡോറിൻ്റെ അവിടെ ഇറങ്ങി നമുക്ക് അപ്പം തന്നെ തിരിച്ചു കയറാം. ട്രെയിനിലിരിക്കുമ്പോൾ ഇതുപോലുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാഴ്ച കണ്ട് അപ്പുറത്ത് പ്രായമായിട്ടുള്ള 2 പേര് കയ്യും പിടിച്ച് അവിടെ ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിലെ ബാക്കിയുള്ള ചില സീൻസ് ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാലും മനസ്സിലാവുമല്ലോ. വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്, കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളിലൂടെ. ആൽപ്പ് ഗ്രൂമിൽ നിന്നും ടിറാനോൾക്ക് ഏകദേശം 30 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു വളവും തിരിവും കണ്ടോ, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് ടിറാനോൾക്ക് എത്താനായിട്ട്. അത് ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ആ ഒരു വഴി മാത്രം ക്രോസ് ചെയ്യാനായിട്ട്. 7400 അടി ഉയരത്തിലോട്ട് കയറി പിന്നെ കുത്തനെ ഒരു ഇറക്കാണ് പോഷിയാവോ എന്ന സ്ഥലത്തോട്ട്. ഈ ഒരു മല ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കൂടുതലും പച്ചപ്പുകളും മരങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ് ആ ഒരു ഓട്ടം സീസണിന്റെ അവസാന കാലത്തില്. ആൽപൈൻ അന്തരീക്ഷത്തിൽ നിന്നും മെഡിറ്ററേനിയൻ കാലാവസ്ഥയിലേക്ക് കടന്നതോടെ ഭാഷയും മാറി. സ്വിറ്റ്സർലൻഡിലെ ഈ ഒരു പ്രദേശങ്ങളിൽ ഇറ്റാലിയൻ ഭാഷയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതിർത്തിയുടെ വേലിക്കെട്ടുകളില്ലാതെ, അതിന്റെ ഒരു നൂലാമാലകളില്ലാതെ ഇറ്റലിയിലോട്ട് കുതിക്കാണ് നമ്മുടെ ബെർണിന എക്സ്പ്രസ്. ഇറ്റലിയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള ലേക്ക് പോഷിയാവോ ആണ് കാണുന്നത്. ഇതിനുശേഷം കംപ്ലീറ്റ്ലി ഇറ്റലിയാണ് വരുന്നത്. അവിടെ ഏറ്റവും, അതായത് ബെർണിന എക്സ്പ്രസിന്റെ ഏറ്റവും എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു റോഡ് അല്ലെങ്കിൽ ഈ ഒരു റെയിൽ കംപ്ലീറ്റ്ലി 360 ഡിഗ്രിയിൽ പണിത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഇറക്കാണ് കാണുന്നത്. എത്ര സ്ലോയിലാണ് അത് ഇറങ്ങാന്ന് പറയുക. അതിന്റെ ശബ്ദവും അതിന്റെ കാഴ്ചയും അതിന്റെ ഭംഗിയും അത് പറയാൻ വാക്കുകളില്ല. പുറത്തിറങ്ങി കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിൻ്റെ ഒരു ഡ്രോൺ കാഴ്ച ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ഡ്രോണിന്റെ കാഴ്ച ഞാൻ എടുത്തതല്ല, ഞാനത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതാണ് ആക്ച്വലി ഒരു കാഴ്ച എന്ന് പറയുന്നത്. വളരെ മനോഹരവും, അത് പറയാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും ഒരു പാസഞ്ചർ ട്രെയിനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പകർത്തിയെടുക്കാം. ഇതാണ് ഇറ്റാലിയൻ ബോർഡർ. അപ്പോൾ നമ്മളിപ്പോൾ ഇറ്റലിയിലേക്ക് കയറി. Bye. Vorbei an der Wallfahrtskirche Madonna, Endpunkt der UNESCO-Welterbestrecke Albula Bernina. Wir danken, dass Sie mit uns gereist sind und freuen uns auf ein Wiedersehen. Arrivederci. Passing the pilgrim church of Madonna di Tirano, we reach the last stage of our journey, Tirano in Veltlin. The end of the UNESCO World Heritage Line, Albula Bernina. Thank you for travelling with us and we look forward to seeing you again. Arrivederci. അങ്ങനെ 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ടിറാനോയിലെത്തിയിരിക്കുകയാണ്, ഇറ്റലിയിലേക്ക്. ആയിക്കോട്ടെ, അടുത്ത പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം സമയമുണ്ട്. ഏകദേശം 2 മണിക്കൂറിനടുത്ത് നമുക്ക് സമയമുണ്ട്. അല്ല, 2 മണിക്കൂറില്ല, ഒരു 1.5 മണിക്കൂർ. അടുത്ത ട്രെയിൻ 2:20-2:24 ഇപ്പോൾ 1 മണി ആവണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ അത്യാവശ്യം എന്താ കാണാനുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് തിരിക്കാം. സ്വിറ്റ്സർലൻഡ് ബോർഡറിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെ സോൺഡ്രിയോ പ്രവിശ്യയിലെ ലൊംബാർഡിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമമാണ് ഇറ്റലിയിലെ ടിറാനോ എന്ന ചെറിയ ഗ്രാമം. 10,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ ഒരു ചെറിയ
ടൗണിൽ താമസിക്കുന്നത്. ഷെങ്കൻ കരാറ് വരുന്നേക്കാളും മുന്നേ ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലോട്ട് പോകാനായിട്ട് ഇതായിരുന്നു ബോർഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പാസ്പോർട്ട് കൺട്രോളൊക്കെ കഴിഞ്ഞിട്ട് വേണം ആളുകൾക്ക് ഇറ്റലിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലോട്ടും സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിയിലോട്ടും വരാനായിട്ട്. ഷെങ്കൻ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതോടു കൂടിയിട്ട് ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് ഒരു പാസ്പോർട്ടിൻ്റെയോ ഒരു വിസയുടെയോ ആവശ്യമില്ല. ആകെ ഒരു ഷെങ്കൻ വിസ മാത്രം മതി. ടിറാനോയിൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അട്രാക്ഷനാണ് നിയർ ബൈ ഉള്ളത്. നമുക്ക് അധികം സമയമില്ലല്ലോ. ഒന്ന് ഓൾഡ് ടൗണും പിന്നെ ഒന്ന് ചർച്ചും. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇത് നടന്നു വരുന്നത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ടൗൺ, അവിടേക്ക് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച് ഉണ്ട്, അത് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. നമുക്കപ്പോൾ ചർച്ചിലേക്കൊന്ന് പോയി ചർച്ചൊന്ന് കണ്ടുവരാം. പിന്നെ ഞാനിവിടുന്ന് ഞാനൊരു ഇത് വാങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ സവനിയറിലുള്ള ചർച്ചും ഇത് തന്നെയാണ്. അപ്പം നമുക്ക് വെറുതെ ഒന്ന് ചർച്ചൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇറ്റലിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. നമുക്ക് നടക്കാം. ചെറുതായിട്ട് മഴയുണ്ട്. മഴ കൂടുതലാവുകയാണെങ്കിൽ കഷ്ടപ്പാടാവും. എന്നാലും നമുക്കൊന്ന് നടന്നു നോക്കാം. ഒരു 10 മിനിറ്റ് നടന്നപ്പോഴത്തേക്കും ടിറാനയിലെ തന്നെ ഏറ്റവും പ്രധാനമായ ആകർഷങ്ങളിൽ ഒന്നായ മഡോണ ദി ടിറാനോ എന്ന 500 വർഷത്തിലധികം പഴക്കമുള്ള ആ ഒരു പള്ളിയുടെ അടുത്തോട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ശില്പങ്ങളാലും ചിത്രങ്ങളാലും അലങ്കൃതമായ പള്ളിയുടെ അകത്ത് മരത്താൽ തീർത്ത കൊത്തുപണികൾ, വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. പുറത്തുനിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും അത് കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പള്ളിയും ടിറാനയുടെ തെരുവ് വീതികളൊക്കെ കുറച്ചു നേരം കറങ്ങി നടന്ന് ഞാൻ തിരിച്ച് സ്റ്റേഷനിലോട്ട് നടക്കുകയാണ് ചെയ്തത്. ഈയൊരു യൂറോപ്യൻ യാത്രയിൽ വെറുതെ ഒന്ന് ഇറ്റലിയിൽ കാല് തൊട്ട് തിരിച്ച് നമ്മൾ സ്വിറ്റ്സർലാൻഡിലോട്ട് പോവാണ്. ഇറ്റലി എന്ന രാജ്യം ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു കടയിൽ കയറി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് തിരിച്ച് 3.5 മണിക്കൂറത്തെ യാത്രയാണ് തിരിച്ച് സ്വിറ്റ്സർലാൻഡിലെ കോറിലോട്ട്. അപ്പോൾ നമ്മൾ ആ സംഭവം കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആക്ച്വൽ പേര് കൊടുത്തിട്ടുണ്ട്, കോട്ടോലെറ്റ കോൺടാക്റ്റ് ടൈം. അപ്പോൾ ഇത് ഭയങ്കര ലാഭമാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ആകെ 8 യൂറോ ആയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു അമേരിക്കാനും അതിന് $2. മൊത്തത്തിൽ $10 അല്ല, യൂറോ. 10 യൂറോ ആയുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭയങ്കര പൈസയുണ്ട്. ഈ രണ്ടും കൂടി നമുക്ക് ശരിക്കും വയററിയും. 10 യൂറോ ആയുള്ളൂ. അതായത് എവിടെ നിന്ന് കഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി വരുന്നത് സ്റ്റേഷൻ ഇതാണ്. ഈ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബൊഫേ ഡെല്ല സ്റ്റേസിയോനിയ, അത് സ്റ്റേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഈ സ്ഥലത്താണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശക്കും. ഇത്ര സമയം കഴിഞ്ഞ് വരില്ലേ. ഈ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ ഭക്ഷണമുണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ഞാൻ നേരെ തിരിച്ച് പോവാണ് സ്റ്റേഷനിലോട്ട് കയറണം. കാരണം ഓൾറെഡി 2 മണിയായി, 10 മിനിറ്റ് ഉള്ളൂ ട്രെയിൻ പോകാനായിട്ട്. അപ്പോൾ ഇറ്റലിനോട് വിട പറയാണ്. പക്ഷേ നമ്മൾ ഇറ്റലിയിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. മാർച്ചിൽ നമ്മൾ ഓൾറെഡി ഞാൻ ഇറ്റലിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വരാനായിട്ട്. ഇൻഷാ അല്ലാഹ് വരാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ റോമും മിലാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റലി ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇറ്റലിയിലും കാലുകുത്തി നമ്മൾ ഇനി തിരിച്ച് സ്വിറ്റ്സർലാൻഡിലോട്ട് പോവാണ്, ചോറിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരേജ് നമ്പർ 3 ആണ്. അപ്പോൾ 3 നോക്കി നടക്കാണ്. അപ്പോൾ ഇനി ഞാൻ തിരിച്ചങ്ങോട്ടൊന്നും കാണിക്കണില്ല, വന്ന തന്നെ തിരിച്ച് പോകുമ്പോഴുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഏറ്റവും സാഡസ്റ്റ് പാട്ട് ഏതാണെന്നറിയോ? ഇനിയാണ് ബോറടിക്കുക. കണ്ട കാഴ്ചകൾ വീണ്ടും കാണാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇരുട്ടാവുകയാണ്. പെട്ടെന്ന് 4:30 ആകുമ്പോഴത്തേക്കും ഇരുട്ടാവും. നമ്മൾ എത്തുന്ന 6 മണിക്കാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു ബോറടിയാണ്. ഇറ്റ്സ് എ ഫാക്റ്റ്. രാത്രി വെറുതെ ഇങ്ങനെ ഇരിക്കാമെന്ന് പറയുന്നത് ഒന്നും കാണാതെ. ബട്ട് ഇങ്ങോട്ട് വരുന്നത് അമേസിങ്. നിങ്ങൾ ശരിക്കും വണ്ടർ അടിച്ചു, അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എക്സൈറ്റഡ് ആക്കുന്ന ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു വ്ളോഗ്. ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള കാഴ്ചകൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും വീണ്ടും നമ്മൾ തുടങ്ങാൻ പോവാണ്.
അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ.